നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പയിലെ ആദ്യ മത്സരം അർജന്റീന ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് വിജയിച്ചേറിയിരിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ടായിരുന്നില്ല. ബട്ട് കളി കാണാനുള്ള വഴിയൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയാം. അതുകൊണ്ട് വലിയ വിഷമമില്ലാതെ കളിയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇപ്പം മെസ്സിയുടെ പ്രകടനം എങ്ങനെ നമ്മളൊന്ന് വിലയിരുത്തുകയാണ്. ലിയോയുടെ നൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നൈറ്റ് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട. നമ്മളിവിടെ പുലർച്ചെയാണ് കളി കണ്ടതെങ്കിലും അറ്റ്ലാന്റയിൽ കളി നടന്നത് രാത്രിയാണ്. അവിടുത്തെ ആ ഗ്രൗണ്ടിനെ കുറിച്ച് ചെറിയ വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. പുല്ല് ശരിയായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അത് സ്കലോനിയും കുട്ടി റൊബേറോയും എമി മാർട്ടിനസും റേഡസും ഒക്കെ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. പ്ലേയിങ് കണ്ടീഷൻ എന്തോ ആവട്ടെ, ലിയോ മെസ്സിയിൽ നിന്ന് നമ്മൾ മികച്ച പ്രകടനം തന്നെയാണ് എപ്പോഴും പ്രതീക്ഷിക്കാറുള്ളത്. ആരാധകർ ആഗ്രഹിച്ച പ്രകടനം ലിയോ മെസ്സിയിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മെസ്സി തന്നെ പറയുന്നു, ഓഫ് കോഴ്സ് ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ്, ഗോൾ അടിക്കാൻ പറ്റിയില്ല എന്നുള്ളതിൽ ഡിസപ്പോയിൻറ്റഡ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പെനാൽറ്റി ഏരിയയിൽ ആ ഒരു കാംനെസ് കുറച്ച് മിസ്സായിപ്പോയി. എപ്പോഴും നമുക്ക് ആദ്യ മത്സരത്തിൽ ഗോൾ അടിക്കണം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് സംഭവിച്ചില്ല, കുഴപ്പമില്ല. പക്ഷെ റിസൾട്ടിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുകൂടി മെസ്സി പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം 35ാമത്തെ മത്സരമാണല്ലോ കോപ്പ അമേരിക്കയിൽ ഇപ്പോൾ കളിച്ചിരിക്കുന്ന റെക്കോർഡാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചത്, എപ്പോഴും ഞാൻ റെക്കോർഡുകൾക്കൊരു പ്രാധാന്യം കൊടുക്കാറില്ല, സിംപ്ലി ഈ ടൂർണമെന്റ് ആസ്വദിക്കുക, എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് മെസ്സി പറഞ്ഞത്. അപ്പം ചോദ്യം, മെസ്സി അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആണോ പുറത്തെടുത്തത്? ചില സുഹൃത്തുക്കളൊക്കെ മെസ്സിയുടെ ആ ഒരു 2 മിസ്സുകൾ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് പരിതാപകരമായിരുന്നു പ്രകടനം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. മെസ്സിയിൽ നിന്ന് ചില മനോഹരമായ മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു. അർജന്റീനയുടെ 2 ഗോളുകൾക്ക് പുറകിലും ലിയോ മെസ്സി തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മെസ്സിയുടെ ഈ രാത്രി അത്ര മോശം രാത്രിയാണ് എന്ന് ആരെങ്കിലും മുദ്ര കുത്തുന്നുണ്ടെങ്കിൽ അത് മറ്റെന്തിൻ്റെയോ പേരിലാണ്. ശരിയാണ്, മെസ്സി 2 ബിഗ് ചാൻസുകൾ മിസ് ചെയ്തു. അത് റയറായിട്ട് സംഭവിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ മെസ്സിയുടെ കളി നമ്മൾ മൊത്തത്തിലൊന്ന് എടുത്ത് നോക്കിയാൽ പ്രധാനമായിട്ടും 2 ഗോളുകളിൽ അദ്ദേഹം ഇൻവോൾവ് ആയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ചാൻസ് മിസ് ചെയ്തു, ശരിയാണ്. അതോടൊപ്പം അദ്ദേഹത്തിന് ആ ഒരു കിക്ക് കിട്ടി, അദ്ദേഹത്തിൻ്റെ ആംഗിളിന് കിട്ടിയ തൊഴി, ഒരു പരിക്കിൻ്റെ ഒരു ഭയം ആരാധകരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത സംഭവം, ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. മെസ്സിയുടെ കളി എങ്ങനെയുണ്ടായിരുന്നു, എന്തൊക്കെയാണ് നമ്മൾ അതിൽ പറയേണ്ടത് എന്നുള്ളത്. കളിയുടെ തുടക്കത്തിൽ ലിയോ മെസ്സിയുടെ ഭാഗത്ത് നിന്ന് ഗോളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം വന്നിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പന്ത് വലയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, പരേഡസ് കൊടുത്ത ആ പന്തിൽ നിന്ന് അദ്ദേഹം ഷോട്ട് ഉതിർത്തത് പുറത്തേക്ക് പോയി. കൂടെ റഫറിയുടെ ഓഫ് സൈഡ് ഫ്ലാഗും. ഏതാണ്ട് കളി ഒരു 9 മിനിറ്റിലേക്ക് എത്തുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. അതിനുശേഷം പിന്നെ കളി ആദ്യ പകുതി അവസാനിക്കാനാകുമ്പോഴാണ് മെസ്സിയുടെ മറ്റൊരു ഷോട്ട് വരുന്നത്. പക്ഷേ അത് വലക്ക് മുകളിലൂടെ, ബാറിന് മുകളിലൂടെ പറക്കുകയായിരുന്നു. പെനാൽറ്റി ഏരിയക്ക് പുറത്ത് നിന്ന് ലഭിച്ച പന്ത് മനോഹരമായിട്ട് അദ്ദേഹം അടിച്ചു കയറ്റാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ പുറത്തേക്ക് പോയി അൺഫോർച്ചുനേറ്റ്ലി. പക്ഷെ 2ാം പകുതിയിൽ മെസ്സി അതിന് പരിഹാരം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഹുലിൻ ആൽവാരസിന്റെ ഗോളിന് മെസ്സിയാണ് വഴിവെച്ചത്. അദ്ദേഹം കനേഡിയൻ ഡിഫൻഡർമാരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പാത്തിലൂടെ കൊടുത്ത ത്രൂ ബോൾ മെക്കലിസ്റ്ററിലേക്ക്. മെക്കലിസ്റ്റർ ബോൾ ടച്ച് ചെയ്ത് വരുമ്പോഴേക്കും കാനഡയുടെ ഗോൾ കീപ്പർ വരുന്നു, ബോൾ തടയാൻ വേണ്ടി ശ്രമിക്കുന്നു, കൊളൈഡാവുന്നു, മെക്കലിസ്റ്റർ അടക്കം വീണു പോകുന്നു. പക്ഷെ പന്ത് കൃത്യമായിട്ട് ഹുലിൻ ആൽവാരസിന് ലഭിച്ചു, അദ്ദേഹം അത് ഗോളാക്കി മാറ്റി. ശരിക്കും ആ ഒരു ഗോളിലേക്കുള്ള വഴി ഓപ്പൺ അപ്പ് ആക്കി എടുത്തത് ലിയോ മെസ്സിയുടെ ത്രൂ ബോൾ തന്നെയായിരുന്നു. അതിൻ്റെ ക്രെഡിറ്റ് മെസ്സിക്ക് കൊടുക്കേണ്ടതാണ്. അത് 2ാം പകുതിയുടെ തുടക്കത്തിലേ നമ്മൾ അങ്ങനെ കണ്ടു. പിന്നെ 64ാമത്തെ മിനിറ്റിൽ ലിയോ മെസ്സിക്ക് നല്ലൊരു അവസരം ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൽ എമി മാർട്ടിനസിൻ്റെ ഡ്രോപ്പ് കിക്ക്, അതെടുത്ത് പറയണം, അത് ലിയോ മെസ്സിക്ക് ലഭിക്കുന്നു. ഏതാണ്ട് വിജനം, ആളില്ലാത്ത കനേഡിയൻ ഹാഫിലൂടെ മെസ്സി ഓടിക്കയറി പോകുന്നു. 1-on-1 ആണ് വരുന്നത്, ഗോൾ കീപ്പറുമായിട്ട് 1-on-1. പക്ഷെ മെസ്സി ഷോട്ട് തീർക്കുന്നു, ഗോൾ കീപ്പർ അത് ഡിനൈ ചെയ്യുന്നു, തടയുന്നു. പന്ത് റീബൗണ്ടായിട്ട് മെസ്സിയിലേക്ക്, മെസ്സി ഗോൾ കീപ്പറെ മറികടന്നുകൊണ്ട് വലയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവിടെ കനേഡിയൻ ഡിഫൻഡർ എത്തുന്നു, അദ്ദേഹത്തിൻ്റെ ദേഹത്ത് തട്ടി പുറത്തേക്ക് പോകുന്നു. ആ ബിഗ് ചാൻസ് മിസ് ചെയ്ത അവിശ്വസനീയമാണ്, സംശയമില്ല. മെസ്സിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവമാണ് അവിടെ ഉണ്ടായത്. പക്ഷെ ഇതൊക്കെ കളിയിൽ സ്വാഭാവികമായിട്ടും വരുന്നതാണ്.
വീണ്ടും അത്തരത്തിലുള്ള ഒരു സന്ദർഭം കൂടി സംഭവിച്ചു. ഇത്തവണ ബോളുമായിട്ട് ലിയോ മെസ്സി, അതായത് ഡിഫൻഡർമാരുടെ ഭാഗത്ത് നിന്ന് ക്ലിയറൻസ് വന്ന പന്ത് ലിയോ മെസ്സിക്ക് ലഭിക്കുന്നു. അദ്ദേഹം കനേഡിയൻ ഹാഫിലേക്ക് ഓടിക്കയറുന്നു. അവിടെ ഗോൾ കീപ്പർ ക്ലോസ് ഡൗൺ ചെയ്യുകയാണ്. അപ്പം ഗോൾ കീപ്പർക്ക് മുകളിലൂടെ ചിപ്പ് ചെയ്തതാണ് മെസ്സി. പക്ഷേ ചെറിയ വ്യത്യാസത്തിൽ പന്ത് പുറത്തേക്ക് പോകുന്നു. അതും ഒരു തീർച്ചയായിട്ടും അവിശ്വസനീയമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അർജന്റീൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ലിയോ മെസ്സിയുടെ കാര്യത്തിൽ ആ ഒരു പരിക്ക് പറ്റുന്നതാണ്. അവിടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആംഗിളിനാണ് കിക്ക് കിട്ടുന്നത്. ആരാധകർക്ക് വലിയൊരു ആശങ്ക ഉണ്ടാക്കിയ നിമിഷങ്ങളായിരുന്നെങ്കിലും മെസ്സി ട്രീറ്റ്മെൻ്റ് നേടി വീണ്ടും കളി തുടർന്നത് ആശ്വാസകരമായിട്ടുള്ള കാര്യം. പിന്നെ മെസ്സിയുടെ ആ ഒരു അസിസ്റ്റ് ലൗട്രോ മാർട്ടിനസിന് ലഭിക്കുന്നു. അവിടെയും മനോഹരമായിട്ടുള്ളൊരു ബോളാണ്, ത്രൂ ബോളാണ് അദ്ദേഹം പെനാൽറ്റി ബോക്സിലേക്ക് കൊടുക്കുന്നത്. ലൗട്രോ അത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് അർജന്റീനയുടെ ഗോൾ പട്ടിക പൂർത്തിയാക്കുന്ന കാഴ്ച. അവസാനം കാനഡയ്ക്കെതിരെ ലിയോ മെസ്സിക്ക് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. മെസ്സിയുടെ ഫ്രീ കിക്ക് നേരെ ഗോൾ കീപ്പറുടെ കയ്യിലേക്ക് പോകുന്ന കാഴ്ച. അങ്ങനെയാണ് മത്സരം അവസാനിക്കുന്നത്. പിന്നെ അൽഫോൻസോ ഡേവിസുമായിട്ട് മെസ്സി ആ ഒരു ജേഴ്സി എക്സ്ചേഞ്ച് ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇങ്ങനെയാണ് കളി അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൽ മെസ്സി പൂർണ്ണമായിട്ടും മോശമായിരുന്നു. ആ ഒരു 2 ചാൻസുകൾ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് എന്ന തരത്തിൽ വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മെസ്സി 2 ബിഗ് ചാൻസുകൾ മിസ് ചെയ്തെങ്കിൽ പകരം അദ്ദേഹം 5 ബിഗ് ചാൻസുകൾ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. 5 ബിഗ് ചാൻസുകളും 6 കീ പാസുകളുമാണ് മെസ്സി കൊടുത്തത്. 88% പാസിംഗ് ആക്യുറസി ഉണ്ടായിരുന്നു. ലോങ് ബോൾ 5 കൊടുത്ത് 5 റൈറ്റായിട്ട് എത്തി. 100% ആക്യുറസി അവിടെ ഉണ്ടായിരുന്നു. സോ മെസ്സിയുടെ ഈ രാത്രി മികച്ചത് തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.